ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് മീ വിത്ത് ഗോ പൊളി. എന്റെ സ്വത്ത് കുട്ടികളെ, നമ്മുടെ ബൊറൂട്ടോയുടെ സപ്പോർട്ട് ഇപ്പൊ അനുദിനം കുറഞ്ഞു കുറഞ്ഞു വരാണ്. അതിന്റെ കാരണം അതെന്താണെങ്കിലും കൂട്ടുകാരെ ധൈര്യമായിട്ട് കമന്റ് ചെയ്യുക. എന്റെ ഈ ശബ്ദത്തിനും ശരീരത്തിനും ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. പക്ഷെ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബൊറൂട്ടോ ഇതിലും പവറായിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എപ്പിസോഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ മെയിൻ വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ കയ്യില് റെഡിംഗം കണ്ണ് ആക്ടിവേറ്റ് ചെയ്യും. അവൻ അങ്ങനെ എടുത്തു ചാടി ഇപ്പൊ ഡാറുകയെ അടിച്ചു തെറിപ്പിക്കുകയാണ്. അതിനുശേഷം അവനിപ്പോ ഗാരയുടെ നേർക്ക് വരും. ഗാരയാണെങ്കിൽ അവന്റെ സാൻഡ് പവർ വെച്ച് ഇടിച്ച് തെറിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവൻ നൈസായിട്ട് ആ സാൻഡ് പവർ അത് ബ്രേക്ക് ചെയ്ത് അവന്റെ മുടി വെച്ച് ഗാരയെ അങ്ങനെ പിടിച്ചു വലിച്ച് അതിൽ വളരെ സിമ്പിളായിട്ട് ലോക്ക് ചെയ്യും. ഗാരയെ രക്ഷിക്കാനായിട്ട് ഇപ്പൊ ചോച്ചിറോ അവൻ എടുത്തു ചാടി ഗാരയുടെ അടുത്തേക്ക് വരാണ്. വില്ലൻ കൈ വീശിയെടുത്ത് ഇപ്പൊ ചോച്ചിറോയെ ദൂരേക്ക് തെറിപ്പിക്കും. അതിനുശേഷം ഓരോരോ കാഗാസിനായിട്ട് അവനങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. കാരണം എല്ലാ കാഗാസും ആ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് അട്ടികെട്ടി ഇപ്പൊ ഒരു ഭാഗത്ത് കിടക്കുകയാണ്. വില്ലനാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ ഫോക്കസ് ചെയ്യും. അവനങ്ങനെ ചാടി വന്ന് ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും നറൂട്ടോ എടുത്തു ചാടി ഇപ്പൊ വില്ലനെ തടയാ. അതിനുശേഷം രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഒരു അട്ടയടി ബഹളം. ആ ഫൈറ്റിനൊടുവില് വില്ലനാണെങ്കിൽ നറൂട്ടോയുടെ ചക്ര പോയിന്റില് ആഞ്ഞടിക്കും. അതിനുശേഷം അവനെ പിടിച്ചു വലിച്ച് ശ്വാസം മുട്ടിച്ച് അങ്ങനെ കൊല്ലാനായിട്ട് ശ്രമിക്കും. സാസുകയാണെങ്കിൽ നറൂട്ടോ എന്ന് നിലവിളിച്ച് അവനെ രക്ഷിക്കാൻ ആ വില്ലന്റെ അടുത്തേക്ക് വരും. വില്ലൻ സാസുകയുടെ തലയില് ആഞ്ഞടിച്ച് അവന്റെ ചക്ര പോയിന്റിൽ പിടിച്ചു വലിച്ച് രണ്ടുപേരെയും നിലത്തേക്ക് അടിക്കും. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ സാസുകയോട് പറയും അവന്റെ പവർ അത് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞു. സോ നോർമലായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, നമ്മൾ കമ്പൈൻ ചെയ്ത് നമ്മളുടെ പവർ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇപ്പൊ വമ്പൻ അട്ടിയിടി ഫൈറ്റ്. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ കൂവിയും കാറയും ശബ്ദം ഉണ്ടാക്കിയും നിലവിളിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ലൈറ്റ്നിങ് പവറും എർത്ത് പവറും ആ രണ്ട് പവറും ചേർത്ത് അവനെ തല്ലി തല്ലി ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പ് കൊടുക്കാതെ നറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരും ഫുൾ ഫോഴ്സില് ഫോമിൽ ഫൈറ്റ് ചെയ്യും. 4 കാഗാസിനെയും അടിച്ചീഞ്ച് പരുവാക്കിയ ആ വില്ലനെ അവരെയാണ് ഇപ്പൊ സാസുകയും നറൂട്ടോയും ചേർന്ന് തകർത്തില്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. നറൂട്ടോ സാസുകയോട് പറയും, സാസുക നീ ഇപ്പൊ തന്നെ എനിക്ക് ബാക്കപ്പ് ആയിട്ട് നിൽക്കണം, ഞാൻ അവനെ ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് അവനിപ്പോ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കും. സാസുകയാണെങ്കിൽ വിങ് സ്റ്റൈൽ ഉപയോഗിച്ച് ഒരുപാട് ഷുരിങ്കൻസ് ക്രിയേറ്റ് ചെയ്യും. നറൂട്ടോയുടെ ക്ലൗൺസും സാസുകയുടെ വിങ് സ്റ്റൈൽ ഷുരിങ്കൻസും അതെല്ലാം തന്നെ ആ വില്ലന് നേരെ പറന്നെടുക്കുകയാണ്. വില്ലൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തെറിപ്പിച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട് ദൂരേക്ക് പോകും. അവസാനമായി മണ്ണിന്റെ അടിയിൽ നിന്ന് വലിയൊരു ഷുരിങ്കം പുറത്തേക്ക് തെറിച്ചു വരും. വില്ലൻ അതിന്റെയും അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴായിരിക്കും അത് വെറും ഷുരിങ്കനല്ല, നറൂട്ടോ ആണെന്ന് തിരിച്ചറിയുക. നറൂട്ടോ ഉടനെ ഒരു റസൻ ഷുരിങ്കം ക്രിയേറ്റ് ചെയ്ത് അവന് നേരെ വലിച്ചെറിയും. ചോര തുളുമ്പി ഒരുപാട് വേദനയില് അവൻ കിടന്ന് പെടയാണ്. നറൂട്ടോ വീണ്ടും അടുത്തൊരു ഷുരിങ്കം വലിച്ചെറിയും. അത് ഷുരിങ്കനല്ല, സാക്ഷാൽ സാസുക. അവൻ റെനിങ്കം പവർ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ വില്ലൻ അവനാണെങ്കിൽ ഒരു ചെയിൻ വെച്ച് സാസുകയെ ചുറ്റി വലിച്ച് ലോക്ക് ചെയ്യും. പക്ഷെ സാസുകയാണെങ്കിൽ അടുത്ത സെക്കൻഡ് അവന്റെ റെനിങ്കം പവർ അതുപയോഗിച്ച് ആ ഒരു ലോക്ക് അതാ വില്ലന്റെ ദേഹത്തേക്ക് ഇടാണ്. നറൂട്ടോ എടുത്തു ചാടി നല്ല അടിപൊളി ഒരു കിക്ക് വെച്ച് കൊടുക്കും. സാസുക അവിടെ ഉണ്ടായിരുന്ന കല്ലുകള് അത് മുഴുവൻ എടുത്ത് അവൻ അതിനുള്ളിൽ ലോക്ക് ചെയ്യും. പക്ഷെ വില്ലൻ വീണ്ടും അതൊക്കെ തകർത്ത് പുറത്തേക്ക് വരികയാണ്. അവൻ ഓരോ തവണ പുറത്തേക്ക് വരുമ്പോഴും നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ചേർന്ന് അവനെ അറഞ്ച പൊറഞ്ച അടിച്ച് വീണ്ടും തിരികെ അതിലേക്ക് തന്നെ അയക്കും. അതിനുശേഷം നറൂട്ടോ അവനാണെങ്കിൽ അവന്റെ കുറാമ മോഡിലേക്ക് പോവും. സാസുക അവൻ സുസാനെ ക്രിയേറ്റ് ചെയ്ത് അവർ രണ്ടുപേരും അത് കമ്പൈൻ ആവും. അതിനുശേഷം ഒരു വാളെടുത്ത് അവർ ആ ഒരു വില്ലനെ ലോക്ക് ചെയ്ത ഗോളം അത് രണ്ടായിട്ട് വെട്ടിയെറിയും. ബൊറൂട്ടോ ആണെങ്കിൽ ശ്വാസമൊക്കെ മുറുക്കി പിടിച്ച് ആ ഫൈറ്റൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ 4 കാഗാസ് അവരിപ്പോ ക്യാഷ്വലായിട്ട് ഏതൊക്കെയോ മൂലയിൽ നിന്ന് പുറത്തേക്ക് വരാ. നറൂട്ടോ ചോദിക്കും, നിങ്ങൾ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ? അതിനവര് പറയും, ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഗാറ് പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ആ വില്ലൻ അവൻ പൂർണ്ണമായിട്ട് നശിച്ചിട്ടില്ല, അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവനെ ഇല്ലാതാക്കണം. ഒരു കാരണവശാലും നമ്മുടെ ആരുടെയും ഗാർഡ് അത് ഡൗൺ ചെയ്യാൻ പാടില്ല. മാത്രമല്ല ആരുടെയും ചക്ര പവർ അവൻ ഇനി അബ്സോർബ് ചെയ്യാതെ
നമ്മൾ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ആ ഡോക്ടർ കട്ടാസ്കി ആളിപ്പോ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവൻ വീണ്ടും ക്യാമറ ആയിട്ടൊക്കെ വന്ന് വിഷ്വൽസ് ഷൂട്ട് ചെയ്യാണ്. കട്ടാസ്കി പറയും, ഇതാണ് ടെക്നോളജിയുടെ അഡ്വാൻസ്. ഞാൻ കണ്ടുപിടിച്ച ടെക്നോളജി അതുപയോഗിച്ചാണ് ഞാനിപ്പോ ഇവിടേക്ക് എത്തിയത്. കട്ടാസ്കി ആണെങ്കിൽ അവന്റെ ഡിവൈസ് വെച്ച് ഇപ്പൊ വില്ലനെ അറ്റാക്ക് ചെയ്യാണ്. ആകാശ് ഒരു സെക്കൻഡ് അത് കണ്ട് ഷോക്കാവും. പക്ഷെ ഇവിടെ ആ വില്ലൻ അവനാണെങ്കിൽ വളരെ സിമ്പിളായി കട്ടാസ്കിയുടെ കയ്യിലുള്ള പവർ അത് മുഴുവൻ അബ്സോർബ് ചെയ്ത് നോർമലായി മാറും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ചം പൊറഞ്ചം ഓരോ ഭാഗത്തേക്ക് ഓടും. പക്ഷെ വില്ലൻ സിമ്പിളായി അവന്റെ പവർ വെച്ച് നമ്മുടെ ആൾക്കാർ ലോക്ക് ചെയ്ത് ഇപ്പൊ റാഡ് വലിച്ചെറിയും. അതിൽ ഒരു റാഡാണെങ്കിൽ വമ്പ ഫോഴ്സിൽ തെറിച്ചു വന്ന് നറൂട്ടോയുടെ ബോഡിയിൽ കുത്തിയിറങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ലോങ് ഷോട്ടിലായി ബൊറൂട്ടോ അവൻ ഇതെല്ലാം കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഒരു സെക്കൻഡ് ഇപ്പൊ സാസുകി ചോദിച്ച ചില ചോദ്യങ്ങൾ അത് ആലോചിക്കും. നിന്റെ നിഞ്ചാവേ അതെന്താണ്? അതിൽ ബൊറൂട്ടോ പറയും, ഞാൻ ഇന്ന് വരെ എന്റെ നിഞ്ചാവേ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ലക്ഷ്യവും എനിക്കില്ല. അതിന് സാസുക പറയും, ഉറപ്പായിട്ടും നിനക്കൊരു നിഞ്ചാവേ ഉണ്ടാവും. അത് തിരിച്ചറിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നീ ചെയ്യും. നിനക്കതിനുള്ള കഴിവുണ്ട്. കട്ട് ചെയ്ത ബൊറൂട്ടോ അവൻ ഒരു സെക്കൻഡ് അവന്റെ മാസ്റ്റർ സാസുക പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം ആലോചിക്കുകയാണ്. മാസ്റ്ററിന് മാത്രമേ എന്നെയും എന്റെ കഴിവുകളെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം എന്നെ ഒരുപാട് വിശ്വസിച്ചാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. സോ ഒരു കാരണവശാലും അദ്ദേഹത്തെ ഞാൻ ഡിസപ്പോയിന്റ് ചെയ്യില്ല എന്നവൻ അടിച്ചു പറയുമ്പോഴേക്കും സാസുക ആള് നിലവിളിച്ചു പറയും, ബൊറൂട്ടോ നിന്നെ കൊണ്ട് ഇതിന് പറ്റും. നിന്റെ പവർ അതെന്താണെന്ന് കാണിക്ക്. അത് കേൾക്കേണ്ട താമസം ബൊറൂട്ടോ. അവൻ റെസനൻ പവർ അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ആ വില്ലനെ നേരെ വലിച്ചടിക്കും. നാറൂട്ടോയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇവനെങ്ങനെ റെസനൻ പവർ അത് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു? വില്ലനാണെങ്കിൽ അത് കണ്ട് ചിരിക്കും. ഇത് ഞാൻ സിമ്പിളായിട്ട് അബ്സോർബ് ചെയ്യുന്നു പറഞ്ഞ് അവൻ ആ പവർ അടുത്ത് വരെ അത് അബ്സോർബ് ചെയ്യാനായിട്ട് കാത്തു നിൽക്കും. പക്ഷെ അടുത്ത നിമിഷം ആ ഒരു പവർ ഇൻവിസിബിൾ ആയി പോവും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഒത്തിരി വിഷമാവും. പക്ഷെ സാസുക ചിരിക്കും. കാരണം അവൻ ആ പവർ ഇൻവിസിബിൾ ആക്കി അത് ടെലിപ്പോർട്ട് ചെയ്താണ് ഇപ്പൊ ആ വില്ലന്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് സാസുക പവർ വെച്ച് ഒരൊറ്റ അടി. ആ ഒരു അടിയില് വില്ലൻ തെറിച്ചു പോയി അടിച്ചു വീഴും. നറൂട്ടോ ഓടി ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. ഇതെങ്ങനെ സംഭവിച്ചു? നീ എങ്ങനെ റസങ്ങൻ പവർ പഠിച്ചു? അപ്പോഴായിരിക്കും സാസുക പറയാ, ഞാൻ ബൊറൂട്ടോയ്ക്ക് കൊടുത്ത ഏക കണ്ടീഷൻ അത് ഇതായിരുന്നു. റസൻഗൺ പവറിൽ നീ മാസ്റ്റർ ആവുകയാണെങ്കിൽ നിന്നെ ഞാൻ എന്റെ സ്റ്റുഡന്റായി സ്വീകരിക്കാം എന്ന്. അവൻ മാസ്റ്ററായി. സോ ഞാൻ അവനെ ഇപ്പൊ എന്റെ സ്റ്റുഡന്റായി സ്വീകരിച്ചു കഴിഞ്ഞു. ബൊറൂട്ടോ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ആ റസൻഗൺ പവറിൽ അതിൽ ഞാൻ ഒരല്പ ലൈറ്റ്നിങ് പവർ അപ്ലൈ ചെയ്തു. അത് പുതിയൊരു പവറായി ഫോം ചെയ്ത് ആ വില്ലന്റെ കഥ കഴിച്ചു. ഈ ഒരു പവറിന് ഞാനൊരു പേരിട്ടു. അതാണ് വാനിഷിംഗ് റസൻഗൺ. നാറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ കുറച്ച് നാണമൊക്കെ ആവും. അവൻ തലയൊക്കെ ചൊറിഞ്ഞ്, ആക്ച്വലി സാസുക മാസ്റ്റർ ഞാനാണോ ഇതൊക്കെ ചെയ്തത്? സാസുക അവന്റെ തോളിൽ തട്ടും, അതെ നീ തന്നെയാണ്. ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിയും. നിന്നെ കാണാൻ നറൂട്ടോയെ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ അവന്റെ പവറുകളെല്ലാം നിന്നിലുണ്ട്. കട്ട് ചെയ്താ ഇവിടെ ആ വില്ലൻ അവൻ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് നെഞ്ചിലൊക്കെ അടിച്ച് എഴുന്നേറ്റ് നിൽക്കും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തന്നെ അറ്റാക്ക് ചെയ്യും, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് വീണ്ടും അവൻ 4 പിൽസ് എടുത്ത് അവന്റെ വായിലേക്കിടും. ചോച്ചിറോയ്ക്കാണെങ്കിൽ ടെൻഷനാവും. ഓ മൈ ഗോഡ്, അവന്റെ കയ്യിൽ ഇനിയും പിൽസ് ഉണ്ട്. ഇപ്പൊ അവൻ വിഴുങ്ങിയിരിക്കുന്നത് 4 പിൽസാണ്. നറൂട്ടോ ആണെങ്കിൽ ബൊറൂട്ടോട് പറയും, ബൊറൂട്ടോ എത്രയും പെട്ടെന്ന് നീ റെസൻഗൺ ക്രിയേറ്റ് ചെയ്യ്. അതിന് ബൊറൂട്ടോ അവൻ ആകെ നിസ്സഹായനായി ടെൻസ്ഡായി അവന്റെ കയ്യിലേക്ക് നോക്കും. നറൂട്ടോ പറയും, നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് ഇത് പറ്റൂ. സോ ഇപ്പൊ തന്നെ അത് ക്രിയേറ്റ് ചെയ്യ്. ബൊറൂട്ടോ പതിയെ ഇപ്പൊ റെസൻഗനെ ക്രിയേറ്റ് ചെയ്യും. ഉടനെ നറൂട്ടോ ആണെങ്കിൽ അവന്റെ ചക്ര പവർ കൊടുക്കും. അപ്പൊ നെജി, ജെറയ സെൻസായി, മിനട്ടോ അങ്ങനെ ഒരുപാട് പേര് അവർക്ക് പവർ കൊടുക്കാനായി അവിടേക്ക് വരുന്നതായിട്ട് കാണിക്കുകയാണ്. ആ ഒരു റെസൻഗൻ പവർ അതങ്ങനെ വലുതായി വരെ ബൊറൂട്ടോ ആണെങ്കിൽ നറൂട്ടോ അനുഭവിച്ച എല്ലാ വേദനകളും അതങ്ങനെ നോക്കിക്കാണും. അതിനുശേഷം ആ ഒരു വലിയ റെസൻഗൻ പവർ അത് ഇൻവിസിബിൾ ചെയ്യും. സാസുക ആണെങ്കിൽ ആ വില്ലനുമായിട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. സാസുക റെനീങ്ക പവർ ഉപയോഗിച്ച് ഇപ്പൊ അവനെ തല്ലി ബൊറൂട്ടോയുടെ അടുത്തേക്ക് കൊണ്ടുവരാണ്. ബൊറൂട്ടോ ഒരു ചെറിയ റെസൻഗൺ എടുത്ത് ആദ്യം അവന്റെ വയറ്റിൽ അടിച്ച് അവനെ താഴെയിടും. അതിനുശേഷം അവൻ ആ വലിയ റെസൻഗൺ അതെടുത്ത് ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ വില്ലൻ അവൻ കത്തിക്കരിയും. അതിനുശേഷം അവനിപ്പോ സിമ്പിളായി ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. നീ വെറും ഒരു കുട്ടിയാണ്, നിന്നെ കൊണ്ട് ഒരിക്കലും എന്നെ ബീറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല. നിന്റെ വിധി അതിന്നല്ലെങ്കിൽ നാളെ നീ തിരിച്ചറിയുമെന്ന് പറഞ്ഞ് ആ വില്ലൻ പൂർണ്ണമായിട്ടും അവിടെ തകർന്നില്ലാതാവും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ കഴിയില്ല. ഞാനാണോ അവനെ തകർത്തത്? ഇവിടെ സാസുകയാണെങ്കിൽ
നറൂട്ടോയെ നോക്കി ചിരിക്കും. നിന്റെ മകനും നിന്നെപ്പോലെ തന്നെയാണ്, ഒരു വലിയ മണ്ട എന്ന് പറഞ്ഞ് നറൂട്ടോയെ നോക്കി കളിയാക്കും. അത് കേട്ട് നറൂട്ടോ ചിരിച്ച് അവർ രണ്ടുപേരും ഇപ്പൊ ബൊറൂട്ടോയെ നോക്കി നിൽക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.